CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണന്റെ പിറന്നാൾ ആഘോഷമാക്കാനൊരുങ്ങി ഗുരുഭവനപുരി. ഞായറാഴ്ച അഷ്ടമി രോഹിണി. ഗുരുവായൂരിൽ 40,000 പേർക്ക് സദ്യയൊരുക്കും. ചിങ്ങമാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയായതിനാൽ 200-ലേറെ കല്യാണങ്ങളും ഷീട്ടാക്കിയിട്ടുണ്ട്. പതിവ് തെറ്റിക്കാതെ 46-ാം വർഷവും അഷ്ടമിരോഹിണി നാളിൽ കണ്ണനെ കണ്ടുതൊഴാൻ പാലക്കാട് നിന്നും കാൽനടയായി ഗുരുവായൂരിലേക്ക് ഭക്തസംഘം യാത്ര തിരിച്ചു. പാലക്കാട് ജില്ലയിലെ എലപ്പള്ളിപ്പാറയിൽ നിന്നാണ് 41 അംഗങ്ങളുള്ള സംഘം ഗുരുവായൂരിലേക്ക് പോകുന്നത്. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ തറവാട്ട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചിങ്ങമഹോത്സവ സ്വാഗത സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വാദ്യപ്രതിഭകളെ ആദരിച്ചു. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ അഖില കേരള വായനോത്സവം നടത്തി. ചേറ്റുവയിൽ നടന്ന വായനോത്സവം സാഹിത്യകാരനും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുമായ സുരേന്ദ്രൻ മങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും ഓണാഘോഷവും നടത്തി. മണലി ഇവിടം റിസോർട്ടിൽ നടന്ന ഓണാഘോഷവും കുടുംബസംഗമവും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. ജനവാസ മേഖലയിലിറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ അതിവേഗം അനുമതി നൽകുന്ന നിയമ ഭേദഗതിക്ക് അംഗീകാരം നൽകി സംസ്ഥാന സർക്കാർ. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലാണ് ഇന്നു ചേർന്ന പ്രത്യേക മന്ത്രിസഭായോഗം ഭേദഗതി വരുത്തിയത്. വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ കായികമേള സംഘടിപ്പിച്ചു. CPIM കേച്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സീതാറാം യെച്ചൂരി അനുസ്മരണവും പാർട്ടി പഠന ക്ലാസും സംഘടിപ്പിച്ചു. പുതുശ്ശേരി സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിലെ 1969-70 കാലഘട്ടത്തിലെ 4ാം ക്ലാസ് ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അധ്യാപകരെ ആദരിക്കലും നടന്നു. പഴഞ്ഞി എംപറേഴ്സ് ക്ലബ് നടത്തിയ ചിത്രരചനാ മത്സരവും ചിത്ര പ്രദർശനവും ശ്രദ്ധേയമായി. എരുമപ്പെട്ടി ഗവൺമെന്റ് സ്കൂൾ കലോത്സവം സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് വൈലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂളിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ചാവക്കാട് നഗരസഭ കോട്ടപ്പുറം 29-ാം വാർഡിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്രപരിശോധന ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. സീതാറാം യെച്ചൂരി ചരമവാർഷികത്തിന്റെ ഭാഗമായി CPM മറ്റം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.